ഈ സമ്മേളനത്തിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ദേശീയ അധ്യക്ഷ ബാബുലാൽ ഗുപ്താജി, സമാദരണീയനായ ദേശീയ ജനറൽ സെക്രട്ടറി മിശ്രാജി, ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ട്രഷറർ അടക്കം പേര് പങ്കിടുന്ന ബഹുമാന്യ നേതാക്കൾ, ഇവിടെ നിന്ന് അഭിസംബോധന ചെയ്ത നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾ, ഇവിടെ സന്നിധരായിരിക്കുന്ന വ്യാപാരി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിലനിൽപ്പിനായിട്ടുള്ള ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ സമരം വിജയിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചെറുകിട വ്യാപാരികൾ നിലനിൽക്കുക എന്നതാണ്. സമരം പരാജയപ്പെട്ടാൽ അത് ചെറുകിട വ്യാപാരികളുടെ നിലനിൽപ്പാണ് ഇല്ലാതെയാക്കുന്നത്. നമുക്കറിയാം, ഇന്ന് GSTയുടെ കാര്യത്തില് വൻകിടക്കാരനും ചെറുകിടക്കാരനും ഒരുപോലെ നികുതി നൽകേണ്ടി വരുന്നു എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള വ്യാപാരികളുടെ മത്സരക്ഷമതയെയാണ്. ഒരു കൊച്ചു വ്യാപാരി വ്യാപാരം തുടങ്ങിയാൽ, ഒരു കൊച്ചു വ്യവസായി വ്യവസായം തുടങ്ങിയാൽ അവൻ മത്സരിക്കേണ്ടി വരുന്നത് വൻകിട കോർപ്പറേറ്റുകളോടാണ്. എല്ലാവരെയും ഒരേ രീതിയിലാണ് ഇന്ന് ഭരണകൂടങ്ങൾ കാണുന്നത്, പ്രത്യേകിച്ച് നികുതി വ്യവസ്ഥയിൽ. നമുക്കറിയാം, 10-20 വർഷം പുറകിലേക്ക് ചിന്തിച്ചു നമ്മുടെ രാജ്യത്ത് ചെറുകിട വ്യവസായം തുടങ്ങുന്ന ആളുകൾക്ക് വൻകിടക്കാരോട് മത്സരിച്ചുകൊണ്ട് വ്യവസായം നടത്താനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ 5 വർഷം ഒരു ചെറുകിട വ്യവസായത്തിന് നികുതി ബാധകമായിരുന്നില്ലാത്ത ഒരു കാലഘട്ടം. എന്നാൽ വാറ്റും GSTയും ഒക്കെ വന്നപ്പോ അത്തരത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും എടുത്തു കളയുകയും ഏത് ചെറുകിടക്കാരനും വൻകിടക്കാരനും ഒരേ രീതിയിലുള്ള നികുതി നൽകിയാൽ മതി എന്നുള്ള വ്യവസ്ഥിതി കൊണ്ടുവരികയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ മത്സരിക്കാൻ കഴിയാതെ ആയിരക്കണക്കിന് വ്യാപാരികൾ, ആയിരക്കണക്കിന് വ്യവസായികൾ വ്യാപാരവും വ്യവസായവും നിർത്തി പോകേണ്ടി വരുന്ന അവസ്ഥാവിശേഷമാണ് ഇന്ന് സംജാതമായിട്ടുള്ളത്. ഇതിനൊരു മാറ്റം വരണമെന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. വൻകിടക്കാർ വ്യാപാരം ചെയ്യുമ്പോൾ, വൻകിടക്കാർ വ്യവസായം ചെയ്യുമ്പോൾ, ഓൺലൈൻ വ്യാപാരങ്ങൾ നടത്തുമ്പോഴൊക്കെ തന്നെ അതിന് പ്രത്യേകമായിട്ടുള്ള നികുതിയും സെസ്സും ഈ രാജ്യത്ത് കൊണ്ടുവരേണ്ടത് കിടക്കാരന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണെന്നുള്ള തിരിച്ചറിവ് അത് ഭരണാധികാരികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് ഈ സമരത്തിലൂടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രമിക്കുന്നത്. അത് തിരിച്ചറിയണം ഭരണാധികാരികൾ. ഇത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. നമുക്കറിയാം, ഇപ്പൊ വാടകയ്ക്ക് GST ഏർപ്പെടുത്തി. നമ്മുടെ വലിയ പ്രക്ഷോഭങ്ങൾ അത് ഭരണാധികാരികൾ ഉൾക്കൊള്ളുകയും വലിയൊരു ഭാഗം കോമ്പോസിറ്റ് ഡീലർമാരെ വാടകയ്ക്കുള്ള നികുതിയിൽ നിന്ന് ഒഴിവാക്കി തരികയും ചെയ്തു. എന്നിരുന്നാലും സർവീസ് സെക്ടറിൽ, ഹോട്ടൽ പോലുള്ള വ്യവസായ മേഖലയിൽ ഇൻപുട്ട് ലഭിക്കാത്ത വ്യാപാരങ്ങൾക്ക്, വ്യവസായങ്ങൾക്ക് ഇനിയും ആ GST ഏർപ്പെടുത്തിയത് പിൻവലിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അത് പിൻവലിച്ചേ മതിയാകുള്ളൂ. ഇൻപുട്ട് ലഭിക്കാത്ത ഒരാളുടെ കയ്യിൽ നിന്നും വാടകയ്ക്ക് മേൽ നികുതി വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരാശയം. ഈ 2 കാര്യത്തിലും കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ നമ്മെ സഹായിക്കാമെന്ന് MP-മാർ ഇന്ന് ഇവിടെ വന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഈ സമരം വിജയിച്ചതായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ കഴിയും. അതല്ലെങ്കിൽ ഗുപ്താജി നേരത്തെ കൗൺസിലിൽ പറഞ്ഞു, അദ്ദേഹം ഇനിയും ഈ സമരം പല സംസ്ഥാനങ്ങളും ഇവിടെ നടത്താനിരിക്കുകയാണ്. ആ സംസ്ഥാനങ്ങൾ നടത്തിയിട്ടും ഈ സമരം വിജയം കാണുന്നില്ലെങ്കിൽ 2 ലക്ഷം ആളുകളെ അണിനിരത്തിക്കൊണ്ട്
ഡൽഹിയിൽ മഹാസമരം നടത്താൻ തയ്യാറായിട്ടാണ് ഗുപ്താജി നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെ പറയട്ടെ, ആ 2 ലക്ഷം ഭാരതത്തെ ഒന്നാക്കിക്കൊണ്ടുള്ള ഒരു സമരം ഈ മഹാനഗരം ദില്ലി കാണാനിരിക്കുന്നു. അതിനുള്ള അവസരം ഉണ്ടാക്കരുത്. അതിനു മുൻപ് തന്നെ വ്യാപാരികളുടെ ന്യായമായ അവകാശങ്ങൾ സർക്കാർ അംഗീകരിച്ചു തന്നേ മതിയാകൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് വ്യാപാർ. കോട്ടയം ജില്ലയുടെ പ്രസിഡന്റ്